Hello students, welcome to this channel. So നമ്മുടെ ഗ്രാഫ് തിയറിയിൽ നമ്മളിപ്പോൾ കുറച്ച് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണ് എന്ന് ഒന്ന് രണ്ട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് എന്ന് ഞാൻ ഒന്ന് രണ്ട് ടോപ്പിക്സ് ഒക്കെ റെഫർ ചെയ്തിട്ട് അതിൽ നിന്ന് കുറച്ച് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. മെയിനായിട്ട് നമ്മുടെ മോഡ്യൂൾ വൈസ് ആണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഫസ്റ്റ് മോഡ്യൂളിൽ എടുക്കുമ്പോൾ തന്നെ ആ ഫസ്റ്റ് മോഡ്യൂളിൽ മെയിനായിട്ട് പഠിക്കേണ്ടത് വോക്ക്, പാത്ത്, ഈ കാര്യങ്ങളൊക്കെയാണ്. ഗ്രാഫ് എന്താണ് എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പോൾ ഗ്രാഫ് എന്താണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതിൽ മെയിനായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കേണ്ട കാര്യം വോക്ക്, പാത്ത്, പിന്നെ നമുക്ക് അതിനകത്ത് വരുന്ന ഡെഫിനിഷൻസ് ആണ് ഐസൊലേറ്റഡ് വെർട്ടെക്സ്, പെൻഡൻറ്റ് വെർട്ടെക്സ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ എന്തായാലും വോക്ക്, പാത്ത് എന്താണ് എന്നുള്ളത് തീർച്ചയായിട്ടും നിങ്ങൾ പഠിച്ചിരിക്കണം. പ്ലസ് അതിൻ്റെ കൂടെ നിങ്ങൾക്ക് എന്താണ് ട്രയൽ എന്താണ് എന്നും കൂടി പഠിക്കുക. ഇതിൻ്റെ എക്സാമ്പിൾ ഓരോന്നിനും ഓരോ എക്സാമ്പിളും കൂടി നോക്കി വയ്ക്കുക. പിന്നെ തിയറംസിലോട്ട് വരുമ്പോൾ അതിലൊരു നെയിംഡ് തിയറം ഉണ്ട് ഫസ്റ്റ് മോഡ്യൂളിനകത്ത്, അതായത് ഹാൻഡ് ഷേക്കിംഗ് തിയറം. അപ്പോൾ സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് ഹാൻഡ് ഷേക്കിംഗ് തിയറം എന്നായിരിക്കും ചോദിക്കുന്നത്. അല്ലെങ്കിൽ പ്രൂവ് ദാറ്റ് ദ സം ഓഫ് ദ ഡിഗ്രി ഓഫ് വെർട്ടിസസ് ഇസ് ഈക്വൽ ടു ട്വൈസ് ദ നമ്പർ ഓഫ് എഡ്ജസ് എന്ന് ചോദിക്കാം. ഇത് രണ്ടിലും ഇങ്ങനെ ചോദിക്കാം. പിന്നെ അതിനകത്ത് വരുന്ന വേറൊരു ടോപ്പിക്കാണ് ഐസോമോർഫിസം. ഐസോമോർഫിസം എടുക്കുമ്പോൾ നിങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഐസോമോർഫിസത്തിൻ്റെ ഡെഫിനിഷൻ പഠിക്കുക. അതുകൂടാതെ നോൺ ഐസോമോർഫിസത്തിൻ്റെ എക്സാമ്പിൾ പഠിക്കാം. അപ്പോൾ നോൺ ഐസോമോർഫിക് എന്ന് പറഞ്ഞിട്ട് നോക്കുമ്പോൾ അതിനകത്ത് ഒന്ന് രണ്ട് എക്സാമ്പിൾസ് ഒക്കെ കാണും. അപ്പോൾ ഐസോമോർഫിസം നിങ്ങൾ പഠിക്കാൻ നേരത്ത് മെയിനായിട്ട് ഇത് ഒരു എക്സാമ്പിളും കൂടി പഠിച്ചു വയ്ക്കുക. അതായത് നോൺ ഐസോമോർഫിക്കിന് ഒരു എക്സാമ്പിളും കൂടെ നോക്കി വയ്ക്കുക. അപ്പോൾ ക്വസ്റ്റ്യൻ ചിലപ്പോൾ ചെക്ക് വെദർ ദ ഗ്രാഫ് ഇസ് ഐസോമോർഫിക് ഓർ നോട്ട്, അല്ലെങ്കിൽ ചോദിക്കും ഗിവ് ആൻ എക്സാമ്പിൾ ഫോർ നോൺ ഐസോമോർഫിസം എന്ന് പറഞ്ഞിട്ട് ചോദിക്കാറുണ്ട്. അത് നിങ്ങൾ പഠിച്ചു വയ്ക്കുക. പിന്നെ ഈ ഒരു നെയിംഡ് തിയറം, അതായത് പ്രൂവ് ദാറ്റ് ഇറ്റ് ഹാസ് സിമ്പിൾ ഗ്രാഫ് വിത്ത് n vertices and k components have at most n minus k into n minus k plus 1 divided by 2 edges. ഇതിൻ്റെ പ്രൂഫ് ഞാൻ ലാസ്റ്റ് മിനിറ്റ് റിവിഷനിൽ പാർട്ട് 2 എന്ന വീഡിയോയിൽ ഈ ഒരു തിയറത്തിൻ്റെ പ്രൂഫാണ് ഞാൻ മെയിനായിട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ തിയറം പഠിക്കുക. ഞാൻ അപ്പോഴേ പറഞ്ഞിരുന്നു റിവിഷൻ ടൈമിൽ ഇത് തരാം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ലേൺ ദിസ് തിയറം, ദിസ് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഈ ക്വസ്റ്റ്യൻ നിങ്ങളുടെ മോഡൽ ക്വസ്റ്റ്യനകത്തും ഇത് കിടപ്പുണ്ട്. ഈ 3 ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ മോഡൽ ക്വസ്റ്റ്യനിലും ഉണ്ട്. പിന്നെ വേറൊരു തിയറം, ഷോ ദാറ്റ് എ സിമ്പിൾ ഗ്രാഫ് വിത്ത് n vertices the maximum number of edges is n into n minus 1 by 2 and the maximum degree of vertices is n minus 1. ഇത് പ്രൂവ് ചെയ്യാനായിട്ട് വലിയ പാടൊന്നുമില്ല, പക്ഷേ ഇത് നിങ്ങൾ പഠിക്കണം. കാരണം ഈ 5th തിയറത്തിൽ നിങ്ങൾ പഠിച്ചാൽ മാത്രമേ 4th തിയറം എഴുതുമ്പോൾ പാർട്ട് എയിലാണ് ചോദിക്കുന്നതെങ്കിൽ നമുക്ക് ഇതിൻ്റെ പ്രൂഫൊന്നും വേണ്ട. പക്ഷേ പാർട്ട് ബിയിൽ ക്വസ്റ്റ്യൻ നമ്പർ 4 ചോദിക്കുവാണെങ്കിൽ നിങ്ങൾ ഈ ഒരു തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്, അതായത് ക്വസ്റ്റ്യൻ നമ്പർ 5യുടെ സഹായത്തോടു കൂടിയാണ് ക്വസ്റ്റ്യൻ നമ്പർ 4 നിങ്ങൾക്ക് പ്രൂവ് ചെയ്യാൻ പറ്റുക. അപ്പോൾ അതുകൊണ്ട് 4ഉം 5ഉം 4 പഠിച്ചാൽ 5 തീർച്ചയായിട്ടും നിങ്ങൾ പഠിച്ചിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഈ 2 ക്വസ്റ്റ്യൻസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാവരും ഇത് പഠിച്ചു വയ്ക്കാം. പിന്നെ വേറൊരു കാര്യം, നമ്മുടെ ഡെഫിനിഷനിൽ തന്നെ ഡെഫിനിഷൻ ഒരുപാട് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. അതിൽ നിങ്ങൾ സിമ്പിൾ ഗ്രാഫ് എന്താണ്, കണക്റ്റഡ് ഗ്രാഫ് എന്താണ്, കോമ്പോണൻസ് എന്താണ്, പിന്നെ കംപ്ലീറ്റ് ഗ്രാഫ്, അതായത് എങ്ങനെ കംപ്ലീറ്റ് ഗ്രാഫ് പറയുക, ബൈപാർട്ടഡ് ഗ്രാഫ് എന്താണ്, വീൽ ഗ്രാഫ് എന്താണ്, ഇങ്ങനത്തെ ഡെഫിനിഷൻസ് എല്ലാം തന്നെ പഠിച്ചു വയ്ക്കാം. ഡെഫിനിഷൻ വിത്ത് എക്സാമ്പിളാണ് നിങ്ങൾ പഠിക്കേണ്ടത്. ഡെഫിനിഷൻ വിത്ത് എക്സാമ്പിൾ പഠിക്കാണ്ട് ഇരിക്കരുത്. പിന്നെ ഷോ that in a simple graph with the n vertices is connected if it has more than n minus 1 into n minus 2 divided by 2 edges. ഇത് ഒരു ഇമ്പോർട്ടൻ്റ് ആയി എന്ന് എനിക്ക് തോന്നിയത് കൊണ്ട് ഞാൻ എടുത്ത ക്വസ്റ്റ്യൻ ആണ്. എന്നാലും നിങ്ങളിത് പഠിക്കുവേ. പിന്നെ നമ്മുടെ ആപ്ലിക്കേഷൻ ലെവലിൽ വരുമ്പോൾ അതിനകത്തുനിന്ന് ഒരു ക്വസ്റ്റ്യൻ ഷുവറായിട്ടും നിങ്ങൾക്ക് കാണും. അതിൽ ആപ്ലിക്കേഷൻസിൽ നമ്മൾ പഠിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ്? കോണിക്സ്ബർഗ് ബ്രിഡ്ജ് പ്രോബ്ലം നമ്മൾ പഠിച്ചു, യൂട്ടിലിറ്റി പ്രോബ്ലം, പിന്നെ അങ്ങനെ ട്രാവലിംഗ് സെയിൽസ്മാൻ പ്രോബ്ലത്തിൻ്റെ കാര്യം പഠിച്ചു. കുറേ ആപ്ലിക്കേഷൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ആ ആപ്ലിക്കേഷൻസ് നിങ്ങൾക്ക് അതിൽ മെയിനായിട്ട് നിങ്ങൾ പഠിക്കേണ്ടത് കോണിക്സ്ബർഗ് ആണ്. നിങ്ങൾ മെയിനായിട്ട് പഠിക്കേണ്ടത്. ആ കോണിക്സ്ബർഗ് നിങ്ങൾ പഠിക്കുമ്പോൾ മെയിനായിട്ട് അതിൻ്റെ
തിയറം അതായത് അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റും അതിലൊരു ഗ്രാഫൊക്കെ വരുന്നുണ്ട്, അതിലൊരു ഡയഗ്രാം വരുന്നുണ്ട്, ഒരു ഗ്രാഫ് വരുന്നുണ്ട്. അതൊക്കെ നിങ്ങൾ വരയ്ക്കണം. കാരണം അതിനൊക്കെ മാർക്ക് ഉണ്ടാകും. കോണിക്സ്ബർഗ് ബ്രിഡ്ജ് പ്രോബ്ലം ഇതിൻ്റെ എപ്പോഴും ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഡിസ്കസ് സം ആപ്ലിക്കേഷൻസ് ഓഫ് ഗ്രാഫ് എന്നും ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെയും ചോദിക്കാറുണ്ട്, എക്സ്പ്ലെയിൻ കോണിക്സ്ബർഗ് ബ്രിഡ്ജ് പ്രോബ്ലം എന്നും കൂടി ചോദിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്തായാലും ഈ ഒരു തിയറി ക്വസ്റ്റ്യൻ കൂടി പഠിച്ചു വയ്ക്കാം. ഇനി ഇതിനകത്ത് കൺസിഡർ എ ഗ്രാഫ് വിത്ത് 4 വേർട്ടിസസ് V1, V2, V3 ആൻഡ് V4. അതിൽ 3, 5, 2 ആൻഡ് 1. ഇസ് ഇറ്റ് പോസിബിൾ ടു കൺസ്ട്രക്ട് എ ഗ്രാഫ്? ഈ ഒരു ഗ്രാഫ് വെച്ചിട്ട് ഇത്രയും വേർട്ടിസസ് വെച്ച് ഒരു ഗ്രാഫ് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ക്യാൻ യു കൺസ്ട്രക്ട് എ ഗ്രാഫ് ബേസ്ഡ് ഓൺ ദിസ്? 4 വേർട്ടിസസ് എടുക്കുക. നമുക്കൊരു കാര്യം ചെയ്യാം. ഫോർ എക്സാമ്പിൾ, സപ്പോസ് നമ്മളിങ്ങനെ 4 വേർട്ടിസസ് ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ആദ്യത്തെ വെർട്ടെക്സിന് എത്ര ഡിഗ്രിയാണ് പറഞ്ഞിരിക്കുന്നത്? നമുക്കൊരു കാര്യം ചെയ്യാം. ആദ്യത്തെ വെർട്ടെക്സ് 1 എടുക്കാം. അപ്പോൾ V1 എടുക്കാം. ഇനി V2 എടുക്കുമ്പോഴത്തേനും നമുക്ക് എത്ര ഡിഗ്രി വേണം? 2 ഡിഗ്രി എടുക്കാം. V2ന് 2 ഡിഗ്രി എടുക്കാം. അടുത്തത് 3 ഡിഗ്രി വരണം. V3 3 ഡിഗ്രി വരണം. പക്ഷെ 2 ഡിഗ്രിയേ ഉള്ളൂ. അപ്പോൾ ഇനി ഇതിൽ പോസിബിലിറ്റി V3ക്ക്, കാരണം ഇതിൽ ഇനി അഡ്ജസൻ്റ് എഡ്ജസ് കൊണ്ടുവരാൻ പറ്റില്ല, ഇതിലും ഇനി അഡ്ജസൻ്റ് എഡ്ജസ് കൊണ്ടുവരാൻ പറ്റില്ല. അപ്പോൾ ഇനി ചേഞ്ചസ് വരുന്നെങ്കിൽ V3 V4 വരേണ്ടത്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, ഇങ്ങനെ കൊടുത്താലോ? V3 V4 നമ്മൾ ഇങ്ങനെ കൊടുക്കുമ്പോൾ എന്തായിരിക്കും വരുന്നത്? ഹൗ മെനി എഡ്ജസ്? V3. സോ V1 ഇസ് ഈക്വൽ ടു 1, V2 ഈക്വൽ ടു 2, V3 ഈക്വൽ ടു 3 വരുന്നുണ്ട്. ഇനി V4ന് എനിക്ക് എത്ര വരണം? 5 വരണം. പക്ഷേ ഇനി ബാക്കിയുള്ള വേർട്ടിസസിനോട് അഡ്ജസൻ്റ് ആക്കാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനെ കൊടുത്താലോ? V4. അപ്പോൾ ഇപ്പോൾ എത്ര എഡ്ജസ് ആയി? V1 ഈക്വൽ ടു 1, V2 ഈക്വൽ ടു 2, V3 ഈക്വൽ ടു 3 എഡ്ജസ്, V4 ഇസ് ഈക്വൽ ടു 5 എഡ്ജസ്. 1, 2, V4ന് ഇനി നമുക്ക് 5 എഡ്ജസ് കൊടുക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. അതായത് V4ന് 4 എഡ്ജസ് പോസിബിൾ ആണ്, ബട്ട് 5 എഡ്ജ് പോസിബിൾ അല്ല. ഇസ് ഇറ്റ് പോസിബിൾ ടു കൺസ്ട്രക്ട് എ ഗ്രാഫ്? V1ന് ഇനി ചേഞ്ചസ് വരാൻ പറ്റില്ല, V2 ചേഞ്ചസ് പറ്റില്ല, ആൻഡ് V3 ഇസ് 3 എഡ്ജസ്. ഓക്കെ, V4 ഇസ് 4 എഡ്ജസ് പോസിബിൾ ആണ്. സോ V4 ഇസ് നോട്ട് പോസിബിൾ ടു ഹാവ് എ 5 എഡ്ജ് വരത്തക്ക രീതിയിൽ ഈ ഗ്രാഫ് വരയ്ക്കാൻ പറ്റില്ല. ഇസ് ഇറ്റ് പോസിബിൾ ടു കൺസ്ട്രക്ട് എ ഗ്രാഫ് എന്ന് ചോദിച്ചിട്ടുണ്ട്. നോ. സോ സപ്പോസ് ഇവിടെ 4 ആണെങ്കിൽ നമുക്ക് പറയാം ഇറ്റ് ഈസ് പോസിബിൾ ടു കൺസ്ട്രക്ട് എ ഗ്രാഫ് എന്നുള്ളത്. ഇനി അങ്ങനെ നമ്മുടെ ഫസ്റ്റ് മോഡ്യൂളിൽ 1-2 ക്വസ്റ്റ്യൻസ് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഡിസ്കണക്റ്റഡ് ഗ്രാഫിനെ കുറിച്ച്, അതുപോലെ എഡ്ജ് ഡിസ്ജോയിൻറ്റ്, വെർട്ടെക്സ് ഡിസ്ജോയിൻറ്റ്, സബ് ഗ്രാഫ്, ഈ കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾ പഠിക്കുക. കംപ്ലീറ്റ് ഗ്രാഫ് എന്താണെന്ന് പഠിക്കുക. K4 കംപ്ലീറ്റ് ഗ്രാഫ്, സൈക്കിൾ, അതിൽ K4 ഗ്രാഫ്, K5 ഗ്രാഫ്, ഇതൊക്കെ നിങ്ങളൊന്ന് വരച്ച് പഠിക്കുക. കാരണം ഇതിനെ ബേസ് ചെയ്ത് K4 ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ക്വസ്റ്റ്യൻ നമ്പർ 5 ഉണ്ടല്ലോ, ആ പ്രൂവ് ചെയ്യാനായിട്ട് K4 ആണ് കുറച്ചുകൂടെ കംഫർട്ടബിളായ ഗ്രാഫ്. അതെടുത്ത് നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്ന ഒരു ഈസി ക്വസ്റ്റ്യൻ ആണ്. സോ ഹിയർ in this first module, some of the important topics which I have given here, mainly you please learn the application of graphs എല്ലാവരും പഠിക്കുക. പിന്നെ ഐസോമോർഫിസം എന്ന ഗ്രാഫ്, നോൺ ഐസോമോർഫിസത്തിൻ്റെ ഒരു എക്സാമ്പിൾ പറയാവോ? Can you give me an example for non isomorphism? നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ ഇങ്ങനെ ഒരു ഗ്രാഫ് എടുക്കുവാണ്. Let me take a graph like this. V1, V2, V3, V4, V5, V6. V1, V2, V1 dash, V2 dash, V3 dash, V4 dash, V5 dash. അതുപോലെ
ഇവിടെ V6 ഡാഷ് ഇങ്ങനെ ഒരു ഗ്രാഫ് ഞാൻ തരുവാണ്. ഈ ഗ്രാഫ് തന്നിട്ട് ഈ ഗ്രാഫ് ഐസോമോർഫിക് ആണോ അതോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യണം. അപ്പോൾ ഈ ഗ്രാഫിനെ നമുക്ക് G1 എന്നെടുക്കാം, സെക്കൻഡ് ഗ്രാഫിനെ G2 എന്നെടുക്കാം. അപ്പോൾ V1 V2 നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്പർ ഓഫ് വേർട്ടിസസ് എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. നമ്പർ ഓഫ് വേർട്ടിസസ് ഇൻ ദിസ് ഗ്രാഫ്, ഇതിനെ V1, E1 എന്നെടുക്കാം, ഇവിടെ V2, E2 എന്നെടുക്കാം. സോ നമ്പർ ഓഫ് വേർട്ടിസസ് ഇൻ V1 is equal to 6, number of edges in E1 is equal to 5, and also here degree of vertices, number of vertices, number of edges same ആണ്. degree of vertex ഏതാണ്? V1 is equal to 1, degree of V2 is equal to 2, degree of V3 equal to 2, degree of V4 is equal to 3, degree of V5 is equal to 1, and degree of V6 equal to 1. സോ ഇവിടെ വരുമ്പോൾ ഡിഗ്രി ഓഫ് V1 ഡാഷ് ഈക്വൽ ടു എത്രയാണ് വരുന്നത്? ഇറ്റ് ഈസ് ഈക്വൽ ടു 1. ഡിഗ്രി ഓഫ് V2 ഡാഷ് ഈക്വൽ ടു 2, ഡിഗ്രി ഓഫ് V3 ഡാഷ് ഈക്വൽ ടു 3, degree of V4 dash equal to 2, degree of V5 dash equal to 1, and degree of V6 dash is equal to 1. So ഇവിടെ നമുക്ക് എല്ലാ കണ്ടീഷൻസും ഇവിടെ സാറ്റിസ്ഫൈഡ് ആണ്. പക്ഷേ ഇവിടെ നമുക്ക് ഓരോ വേർട്ടിസസിൻ്റെ അഡ്ജസൻസി നോക്കണം. ഇപ്പം എന്തായാലും ഇവിടെ സൈക്കിൾ ഇല്ല, ഈ ഗ്രാഫിന് സൈക്കിൾ ഒന്നും തന്നെ ഇല്ല. ബട്ട് ഇതിൻ്റെ അഡ്ജസൻസി നോക്കുമ്പോൾ ഇവിടെ നോക്കുമ്പോൾ തന്നെ നമുക്ക് എന്താ മനസ്സിലാക്കാൻ പറ്റുന്നത്? V1 അഡ്ജസൻറ്റ് ടു V2, അപ്പോൾ V2 അതേപോലെ V2 ഇസ് അഡ്ജസൻറ്റ് ടു V3 വരുന്നുണ്ട്. അപ്പോൾ V2 എന്ന് പറയുന്ന വേർട്ടെക്സിൻ്റെ ഡിഗ്രി എത്രയാണ്? 2. ഇറ്റ് ഈസ് അഡ്ജസൻറ്റ് ടു എ വേർട്ടെക്സ് ഓഫ് ഡിഗ്രി 2 അല്ലേ? ഇവിടെ നോക്കിക്കേ, ഇവിടെ ഡിഗ്രി ഇസ് 2, ഇവിടെ ഡിഗ്രി ഇസ് 3. പക്ഷേ ഇവിടെ നോക്കുമ്പോൾ അതേ അഡ്ജസൻസി ഇവിടെ വരുന്നുണ്ടോ നോക്കുക. V2 ഡാഷ് കറസ്പോണ്ടിങ് V2വിന് നമ്മളിവിടെ കറസ്പോണ്ടിങ് V2 ഡാഷ് ആണ് എടുക്കുന്നത്. ഇവിടെ വേർട്ടെക്സ് 2 ആണ്. ബട്ട് ഇവിടെ ഡിഗ്രി എത്രയാണ് വരുന്നത്? V3 ഡാഷിൻ്റെ ഡിഗ്രി 3 ആണ് വരുന്നത്. സോറി, ഇവിടെ 2 ആണ്, ഇവിടെ 3 ആണ് വരുന്നത്. സോ ഡിഗ്രി 2 ആൻഡ് 3 ഈസ് ദെയർ. ബട്ട് ഇവിടെ വരുന്നത് ഡിഗ്രി 2 ആണ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ വേർട്ടിസസിൻ്റെ അഡ്ജസൻസിയിൽ നമ്മൾക്ക് ചേഞ്ചസ് വരുന്നുണ്ട്. അപ്പോൾ V1 എന്ന് പറയുമ്പോൾ അവിടെയും കറസ്പോണ്ടിങ് V1, V2 എന്ന് പറയുമ്പോൾ അവിടെയും കറസ്പോണ്ടിങ് V2 ഡാഷ് ആണ് എടുക്കുന്നത്. അപ്പോൾ V2 എന്ന് പറയുമ്പോൾ ഇവിടെ 2 ആൻഡ് ഇറ്റ് ഈസ് അഡ്ജസൻറ്റ് ടു എ വേർട്ടെക്സ് ഓഫ് ഡിഗ്രി 2. ബട്ട് ഹിയർ ദിസ് ഇസ് ഡിഗ്രി 2, ഇറ്റ് ഈസ് അഡ്ജസൻറ്റ് ടു എ വേർട്ടെക്സ് ഓഫ് ഡിഗ്രി 3. അങ്ങനെയാകുമ്പോൾ ഇവിടെ നമുക്ക് ഐസോമോർഫിസം ഇറ്റ് ഈസ് നോട്ട് ആൻ ഐസോമോർഫിക്. സോ അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്താ പറയുക? റീസൺ നമ്മൾ പറയണം അതിനായിട്ട്. അപ്പോൾ എന്താ എഴുതുക? സിൻസ് ദ വേർട്ടിസസ് V2 and V3 are adjacent to the corresponding adjacent where they are adjacent. V2 and V3 are adjacent. Similarly, whereas the corresponding see here V2, ഇവിടെ V2 എന്ന് പറയുമ്പോൾ അവിടെയും V2 തന്നെയാണ്. ബട്ട് ദിസ് വേർട്ടെക്സ് ഇസ് അഡ്ജസൻറ്റ് ടു എ വേർട്ടെക്സ് ഓഫ് ഡിഗ്രി 2. ഇവിടെ ഡിഗ്രി 2 വരുന്ന വേർട്ടെക്സ് ഏതാണ്? V4 ആണ് ഡിഗ്രി 2. അപ്പോൾ ഇവിടെ ആ ഡിഗ്രി 2 വരുന്ന വേർട്ടിസസ് രണ്ടും അഡ്ജസൻ്റ് ആണ്. ഇവിടെ ആ ഡിഗ്രി 2 വരുന്ന വേർട്ടിസസ് അഡ്ജസൻ്റ് ആണോ? ഇല്ല. അപ്പോൾ സിൻസ് ദ വേർട്ടിസസ് V2 and V3 ആർ അഡ്ജസൻ്റ്, അപ്പോൾ അതായത് ഡിഗ്രി ഓഫ് V2 ഈക്വൽ ടു 2, ഡിഗ്രി ഓഫ് V3 ഇസ് ഈക്വൽ ടു 2, ദേ ആർ അഡ്ജസൻ്റ്. whereas the corresponding V2 dash and V4 dash അത് രണ്ടും adjacent ആണോ? ഇല്ല, or not adjacent, because they are not adjacent. അതിൻ്റെ അവിടെ വരുന്ന റീസൺ എന്താണ്? നമുക്ക് ഈ ഒരു വെർട്ടെക്സ് അവിടെ അഡ്ജസൻ്റ് ആയിരിക്കുന്നത് V2 ഡാഷ് അഡ്ജസൻ്റ് ആയിരിക്കുന്നത് ഒരു 3 ഡിഗ്രി വെർട്ടെക്സുമായിട്ടാണ് അഡ്ജസൻ്റ് ആയിരിക്കുന്നത്. അപ്പോൾ V2ഉം V4ഉം ഇവിടെ കറസ്പോണ്ടിങ് V1 ഇതിൻ്റെ ഡിഗ്രി സെയിം ഡിഗ്രി വരുന്ന വെർട്ടെക്സിനല്ലേ നമുക്ക് അവിടെയും കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ V3യെ നമ്മൾ ഏത് വെർട്ടെക്സുമായിട്ടായിരിക്കണം കമ്പയർ ചെയ്യേണ്ടത്? V4 ഡാഷുമായിട്ടാണ്. സോ V3 ഇസ് 2 ആൻഡ് V4 ഇസ് 2. ബട്ട് ഹിയർ ഇറ്റ് ഇസ് ദീസ് ടു വെർട്ടിസസ് ആർ അഡ്ജസൻറ്റ്, ബട്ട് ഹിയർ ദീസ് ടു വെർട്ടിസസ് ആർ നോട്ട് അഡ്ജസൻറ്റ്. അപ്പോൾ ദേ ആർ നോട്ട് അഡ്ജസൻറ്റ്. സോ therefore we can say that the graphs G1 and G2 are not isomorphic. ഇവിടെ നമുക്ക് എന്ത് പറയാൻ പറ്റും? G1 and G2 or
നോട്ട് ഐസോമോർഫിക്. അങ്ങനെ ഞാനൊരു ചെറിയ എക്സാമ്പിളാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് മനസ്സിലാവണം. ഹോപ്പ് യു കുഡ് ഹാവ് അണ്ടർസ്റ്റുഡ് ദിസ്. നൗ വി ഷൽ മൂവ് ഓൺ ടു മൊഡ്യൂൾ 2. കംപ്ലീറ്റ് ഗ്രാഫ് എല്ലാവരും പഠിക്കുക. മൊഡ്യൂൾ 2-ൽ ടൈപ്സ് ഓഫ് ഡയഗ്രാഫ്സ് പഠിക്കാം. പിന്നെ വേറൊരു കാര്യം, ഓയിലേരിയൻ ഗ്രാഫ് ആൻഡ് ഹാമിൽട്ടോണിയൻ ഗ്രാഫ് വരുന്നുണ്ട്. അതിൽ ഓയിലേരിയൻ പാത്ത്, ഹാമിൽട്ടൺ പാത്ത് എന്ന് പറയുന്ന രണ്ട് കേസ് നമുക്ക് അല്ലാതെ തന്നെ ഉണ്ട്. ഓയിലേരിയൻ പാത്ത്, ഓയിലർ പാത്ത്, ഹാമിൽട്ടോണിയൻ പാത്ത്, അതുപോലെ ഹാമിൽട്ടണിയൻ സർക്യൂട്ട്, എല്ലാ കാര്യങ്ങളും നമുക്കിവിടെ വരുന്നുണ്ട്. ബട്ട് നിങ്ങൾക്ക് പലർക്കും അതിനകത്ത് ഡൗട്ട് വരുന്നുണ്ട്. അത് നിങ്ങൾ മെയിനായിട്ട് ആ ഡെഫിനിഷൻ ഒന്ന് നന്നായിട്ട് വായിക്കുക. ആ ഡെഫിനിഷനിൽ തന്നെ ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഓയിലർ പാത്ത് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് എ സിമ്പിൾ പാത്ത് കണ്ടെയ്നിങ് എവറി എഡ്ജ് ഓഫ് ജി. എല്ലാവർക്കും ഡൗട്ട് ഇവിടെയാണ് വരുന്നത്. അപ്പോൾ ഓയിലർ പാത്ത് എന്ന് പറയുന്ന ഡെഫിനിഷൻ എല്ലാവരും ശ്രദ്ധിക്കുക. ഓയിലർ പാത്തിൻ്റെ ഡെഫിനിഷൻ, അതുപോലെ ഹാമിൽട്ടോണിയൻ പാത്തിൻ്റെ ഡെഫിനിഷൻ, സർക്യൂട്ട്, എല്ലാവരും ഇത് സെപ്പറേറ്റ് ചെയ്ത് പഠിച്ച് വയ്ക്കുക. പിന്നെ എക്സാമ്പിൾസ് വരയ്ക്കുമ്പോൾ നമ്മൾ ഓയിലർ ഗ്രാഫ്, സാധാ ഗ്രാഫിൻ്റെ എക്സാമ്പിളും ഞാൻ കൊടുത്തിട്ടുണ്ട്, ഡയറക്റ്റഡ് ഗ്രാഫിൻ്റെ എക്സാമ്പിളും ഞാനവിടെ കൊടുത്തിട്ടുണ്ട്. ഓരോ പ്രാവശ്യം ഡെഫിനിഷൻ ഞാൻ റിപ്പീറ്റ് ചെയ്ത് ആ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. പലർക്കും അത് ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ബിക്കോസ് ഐ ഡോണ്ട് നോ എന്തുകൊണ്ടാണ് ആ ഡെഫിനിഷൻ മനസ്സിലാവാത്തതെന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടില്ല. ഓയിലർ പാത്ത് എടുക്കുമ്പോൾ ഞാൻ പിന്നെയും പറയുവാണ്, ഓയിലർ സർക്യൂട്ട് എന്ന് പറയുമ്പോൾ ആ ഗ്രാഫ് ഒരു സിമ്പിൾ സർക്യൂട്ട് ആയിരിക്കും. ഓയിലർ പാത്ത് ആകുമ്പോൾ എഡ്ജസ് ഡിസ്റ്റിങ്ക്റ്റ് ആയിരിക്കണം എന്നുള്ളതാണ്. നമുക്കിവിടെ വേർട്ടിസസിനെ കുറിച്ചല്ല നോക്കേണ്ടത്, എഡ്ജ് ഡിസ്റ്റിങ്ക്റ്റ് ആയിരിക്കണം. ഹാമിൽട്ടൺ പാത്ത് ആകുമ്പോൾ വേർട്ടെക്സ് ഡിസ്റ്റിങ്ക്റ്റ് ആയിരിക്കണം. അതാണ് നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട മെയിൻ കാര്യം. അപ്പോൾ ഹാമിൽട്ടൺ പാത്ത് ആകുമ്പോൾ വേർട്ടെക്സ് ഡിസ്റ്റിങ്ക്റ്റ് ആയിരിക്കണം എന്നുള്ളതാണ് മെയിൻ കോൺസെപ്റ്റ്. ഒരു ഗ്രാഫ് തരുമ്പോൾ ഓയിലർ പാത്ത് എന്താണ്, ഓയിലർ സർക്യൂട്ട് എന്താണ്. സർക്യൂട്ട് എന്ന് പറയുമ്പോൾ തന്നെ ഇറ്റ് ഈസ് എ ക്ലോസ്ഡ് ട്രയൽ ആണ്. അതായത് സ്റ്റാർട്ടിംഗ് വെർട്ടെക്സും എൻഡ് വെർട്ടെക്സും സെയിം ആയിരിക്കും. പിന്നെ ഫ്ലുവറീസ് അൽഗോരിതം, അതിലൊരാൾ ഡൗട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഫ്ലുവറീസ് അൽഗോരിതം എടുക്കുമ്പം നമുക്ക് തരുന്ന വേർട്ടെക്സ്, അതായത് നമ്മുടെ വേർട്ടെക്സിൽ തരുന്ന വേർട്ടെക്സ് നമ്മൾ എടുത്തു കഴിയുമ്പോൾ അതിൻ്റെ കൂടെ വരുന്ന എഡ്ജ്, ഒരു വെർട്ടെക്സ്, ആർബിട്രറി വെർട്ടെക്സ് നമ്മളിപ്പോൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ വെർട്ടെക്സിൻ്റെ ഫ്രണ്ടിലുള്ള എഡ്ജസ് എല്ലാം നമ്മൾ നോക്കുന്നു. അപ്പോൾ അത് കറസ്പോണ്ടിങ് ബ്രിഡ്ജ് ആണോ എന്നാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ ബ്രിഡ്ജ് അല്ല എങ്കിൽ ഏതെങ്കിലും ഒരെണ്ണം നമ്മൾക്ക് സെലക്ട് ചെയ്യാം. അഥവാ അത് ഒരു ബ്രിഡ്ജ് ആണെങ്കിൽ, ബ്രിഡ്ജ് എന്ന് പറയുമ്പോൾ എന്താണ്, ആ ഗ്രാഫ് ഡിസ്കണക്റ്റ് ആയി പോവും എന്നുണ്ടെങ്കിൽ ആ എഡ്ജിനെയാണ് ആദ്യം നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. എപ്പോഴും ഞാൻ പറയുവാണ്, ഫ്ലുവറീസ് അൽഗോരിതം പ്രൊഡ്യൂസസ് എൻ ഓയിലർ സർക്യൂട്ട് ഇൻ എ കണക്റ്റഡ് ഗ്രാഫ് വിത്ത് എ നമ്പർ ഓഫ് വെർട്ടിസസ് ഓഫ് ഓഡ് ഡിഗ്രി. അപ്പോൾ ഇതൊരു കണക്റ്റഡ് ഗ്രാഫിനെ ഫ്ലുവറീസ് അൽഗോരിതം പറയാൻ പറ്റൂ. ഒരു വേർട്ടെക്സിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു, ആ സ്റ്റാർട്ടിംഗ് വേർട്ടെക്സിൽ നിന്ന് ഓയിലർ സർക്യൂട്ട് നമ്മൾ കൺസ്ട്രക്ട് ചെയ്ത് കൊണ്ടുവരുമ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് അഡ്ജസൻ്റ് ആയിരിക്കുന്ന, അതായത് ആ വെർട്ടെക്സിൽ അഡ്ജസൻ്റ് ആയിരിക്കുന്ന എഡ്ജസ് എല്ലാം നോക്കുമ്പോൾ അതിൽ ബ്രിഡ്ജ് അതായത് ബ്രിഡ്ജസ് വരുന്നുണ്ടോ എന്ന് നോക്കണം. അപ്പോൾ ബ്രിഡ്ജ് ഉണ്ട് എങ്കിൽ അതിനെയാണ് ആദ്യം സെലക്ട് ചെയ്യേണ്ടത്. ഇല്ല എങ്കിൽ യു ക്യാൻ സെലക്ട് എനി ഓഫ് ദ വെർട്ടിസസ്. അപ്പോൾ നമുക്ക് ഇവിടെ ഓയിലർ സർക്യൂട്ടാണ് ഫ്ലുവറീസ് അൽഗോരിതത്തിൽ നമ്മൾ മെയിനായിട്ട് കൊണ്ടുവരുന്നത്. ഇറ്റ് ഈസ് ടു കൺസ്ട്രക്ട് ആൻ ഓയിലർ സർക്യൂട്ട്. ഓയിലർ സർക്യൂട്ട് ആകുമ്പോൾ എന്താണ് കണ്ടീഷൻ, സ്റ്റാർട്ടിംഗ് വെർട്ടെക്സ് ആൻഡ് എൻഡ് വെർട്ടെക്സ് ഷുഡ് ബി സെയിം ആയിരിക്കണം. പിന്നെ അതിനകത്ത് തന്നെ വേറൊരു തിയറം വരുന്നുണ്ട്, എ കണക്റ്റഡ് ഗ്രാഫ് ഇസ് എൻ ഓയിലർ ഗ്രാഫ് ഇഫ് ഓൾ വെർട്ടിസസ് ആർ ഓഫ് ഈവൻ ഡിഗ്രി. എപ്പോഴും ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. പിന്നെ ട്രാവലിംഗ് സെയിൽസ്മാൻ പ്രോബ്ലം. ഈ ട്രാവലിംഗ് സെയിൽസ്മാൻ പ്രോബ്ലത്തിൽ പർട്ടിക്കുലർലി വെർട്ടിസസ് നമുക്ക് ഇന്ന പോയിന്റിൽ നിന്ന് ഒരു പോയിന്റിൽ നിന്ന് വേറൊരു പോയിന്റിലോട്ടാണ് നമുക്ക് ഷോർട്ടസ്റ്റ് പാത്ത് കണ്ടെത്തണം എന്ന് പറയുവാണെങ്കിൽ മാത്രം നമുക്ക് അങ്ങനെ സെലക്ട് ചെയ്താൽ മതി. അതല്ലെങ്കിൽ യു ക്യാൻ സ്റ്റാർട്ട് ഫ്രം എനി ഓഫ് ദ വെർട്ടിസസ്. സോ ഒരു എക്സാമ്പിൾ ഞാനവിടെ ട്രാവലിംഗ് സെയിൽസ്മാൻ പ്രോബ്ലത്തിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങളതും കൂടി നോക്കുക. പിന്നെ നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത് പ്ലെയിനാർ ഗ്രാഫ്. പ്ലെയിനാർ ഗ്രാഫിൻ്റെ എക്സാമ്പിൾ എന്താണ്? പ്ലെയിനാർ ഗ്രാഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഗ്രാഫ് നമ്മൾ എപ്പോഴാണ് പ്ലെയിനാർ എന്ന് പറയുക? ഒരു ഗ്രാഫ്, ഫോർ എക്സാമ്പിൾ നമ്മൾ ഇങ്ങനെ ഒരു ഗ്രാഫ് വരയ്ക്കുവാണ്. ഈ ഗ്രാഫ് ഞാനിവിടെ 4 വെർട്ടിസസിൻ്റെ ഒരു കംപ്ലീറ്റ് ഗ്രാഫ് K4 ആണ് ഞാനിവിടെ എടുക്കുന്നത്. ഇത് പ്ലെയിനാർ ഗ്രാഫ് ആണോ? Is it a planar graph? No.
ദിസ് ഇസ് നോട്ട് എ പ്ലെയിനാർ ഗ്രാഫ്. കാരണം ആ ഗ്രാഫ് എഡ്ജസ്, അതായത് അതിലെ ഗ്രാഫിലെ എഡ്ജസ് ഇൻ്റർസെക്റ്റ് ആവുന്നുണ്ട്. ആ ഇൻ്റർസെക്റ്റ് ആവുന്ന പോയിൻ്റ് എന്ന് പറയുന്നത് അതൊരു വേർട്ടെക്സ് ആണോ? അല്ല. അപ്പോൾ പ്ലെയിനാർ ഗ്രാഫ് എന്ന് പറഞ്ഞാൽ എഡ്ജസിൽ മാത്രമേ ഇൻ്റർസെക്റ്റ് ആകാവൂ, അല്ലാതെ എവിടെയും അത് ഇൻ്റർസെക്റ്റ് ആവാൻ പാടില്ല. അപ്പോൾ ഇതേ ഗ്രാഫിനെ പ്ലെയിനാർ ഗ്രാഫായിട്ട് എങ്ങനെയാണ് വരയ്ക്കുക? അതായത് നമ്മൾ ഇതേ സെയിം ഗ്രാഫിനെ പ്ലെയിനാർ ഗ്രാഫായിട്ട് വരയ്ക്കണമെങ്കിൽ ആ സെയിം വേർട്ടിസസ് നമ്മളിങ്ങനെ എടുക്കുന്നു, ഔട്ട്ലൈൻ ഇട്ടു, അതുപോലെ തന്നെ നമ്മുടെ ഒരു വേർട്ടെക്സ്, ഒരു എഡ്ജ് നമ്മൾ ജോയിൻ ചെയ്തു. അടുത്ത എഡ്ജ് ഇവിടെ വരയ്ക്കുവാണെങ്കിൽ എന്ത് സംഭവിക്കും? എഡ്ജ് ക്രോസിംഗ് വരും. അപ്പോൾ എഡ്ജ് ക്രോസിംഗ് വരാതിരിക്കണമെങ്കിൽ യു ക്യാൻ ഡ്രോ ദ ഗ്രാഫ് ബൈ ദിസ് വേ. സോ ദിസ് ഇസ് എ K4. ഇതും K4 തന്നെയാണ്, ഇതും K4 തന്നെയാണ്. ബട്ട് ദിസ് ഇസ് നോട്ട് എ പ്ലെയിനാർ ഗ്രാഫ്, ദിസ് ഇസ് എ പ്ലെയിനാർ ഗ്രാഫ്. അത് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം പഠിക്കാൻ. പിന്നെ ഹാമിൽട്ടൺ പാത്ത്, ഹാമിൽട്ടൺ സർക്യൂട്ട്. ഒരു ഗ്രാഫ് തരുമ്പോൾ നിങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ യു ഹാവ് ടു ഡ്രോ എ ഗ്രാഫ് വിത്ത് വിച്ച് ഇസ് ഓയിൽ ബട്ട് നോട്ട് ഹാമിൽട്ടോണിയൻ, വിച്ച് ഇസ് ഹാമിൽട്ടോണിയൻ ബട്ട് നോട്ട് ഓയിലേരിയൻ. അങ്ങനത്തെ ഗ്രാഫിൻ്റെ എക്സാമ്പിൾസ് ഒക്കെ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അതായത് നിങ്ങൾ ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ തന്നെ ചോദിക്കും, ഹൗ ക്യാൻ യു ഗിവ് എൻ എക്സാമ്പിൾ ടു ഫൈൻഡ് ആൻ ഓയിലേരിയൻ ആൻഡ് ഹാമിൽട്ടൺ സർക്യൂട്ട് എന്ന് പറഞ്ഞിട്ട് ചോദിക്കും. ചിലപ്പോൾ ഫൈൻഡ് എ സർക്യൂട്ട് ഏതെങ്കിലും ഒരു കണ്ടീഷൻ അവിടെ ചോദിക്കും. അപ്പം നിങ്ങൾ അതിനനുസരിച്ച് കാൽക്കുലേഷൻ നിങ്ങൾ ചെയ്യണം. നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് എക്സാമ്പിളാണ് മെയിനായിട്ട് നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. ഒരു ഡെഫിനിഷൻ എടുത്തു കഴിയുമ്പോൾ പിന്നെയും റിപ്പീറ്റ് ചെയ്ത് നിങ്ങൾ വായിക്കുക, എന്നാൽ മാത്രമേ ഇത് മനസ്സിലാവത്തുള്ളൂ. സോ ഇതിനകത്ത് വരുന്ന മെയിനായിട്ടുള്ള കോൺസെപ്റ്റാണ് ഞാനിവിടെ പറഞ്ഞിരിക്കുന്നത്. പിന്നെ നമുക്ക് ഡയറക്റ്റഡ് ഗ്രാഫിൻ്റെ ഇതിനകത്ത് ഇല്ല, ഡയറക്റ്റഡ് ഗ്രാഫില്ല. സോ ഇതിനകത്ത് നിങ്ങൾക്ക് ബൈനറി റിലേഷൻ്റെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, ബൈനറി റിലേഷൻ. സോ അതിൻ്റെ ക്വസ്റ്റ്യൻസൊക്കെ പഠിച്ചു വയ്ക്കുക. പിന്നെ എന്താണ് നമ്മുടെ റിഫ്ലക്സീവ്, സിമെട്രിക് അങ്ങനത്തെ കണ്ടീഷൻസൊക്കെ വരുന്ന ഡെഫിനേഷൻസ് ഉണ്ട്, അതൊക്കെ നിങ്ങൾ പഠിച്ചു വയ്ക്കുക. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് ഇനി തേർഡ് മൊഡ്യൂൾ ആകുമ്പോൾ നമുക്ക് എന്താണ്? ട്രീ ആണ്. ട്രീയുടെ ഡെഫിനേഷൻ നിങ്ങൾ പഠിക്കണം അല്ലേ? ട്രീ അതിൻ്റെ ഡെഫിനേഷൻ പഠിക്കണം, അതിൻ്റെ കൂട്ടത്തിൽ തന്നെ എക്സാമ്പിൾ പഠിക്കണം, അതിൻ്റെ പ്രോപ്പർട്ടീസ് പഠിക്കണം. പിന്നെ റൂട്ടഡ് ട്രീ, സ്പാനിങ് ട്രീ. റൂട്ടഡ് ട്രീ കൺസ്ട്രക്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ചൈൽഡ്, അതായത് അതിൻ്റെ ബാക്കിയുള്ള പ്രോപ്പർട്ടീസ്, റൂട്ടഡ് ട്രീക്ക് പ്രത്യേകിച്ച് ഒരു പ്രോപ്പർട്ടി ഉണ്ട്. അത് ഞാൻ സ്പെഷ്യലായിട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. ഒരു റൂട്ടഡ് ട്രീ കൺസ്ട്രക്റ്റ് ചെയ്യുമ്പോൾ പെൻഡൻ വെർട്ടെക്സ് എന്താണ്, അതിൻ്റെ ആൻസിസ്റ്റേഴ്സ് ഏതൊക്കെയാണ്, അതുപോലെ പാത്ത്, ഹൈറ്റ്, അങ്ങനത്തെ കാര്യങ്ങൾ റൂട്ടഡ് ട്രീയെ ബേസ് ചെയ്ത് കുറേ കാര്യങ്ങൾ നമ്മളവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ സാധാ ഒരു ഗ്രാഫ് തരുമ്പോൾ അതിൽ നിന്ന് സ്പാനിങ് ട്രീ കൺസ്ട്രക്റ്റ് ചെയ്യാൻ പറയും. അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ക്വസ്റ്റ്യൻ നിങ്ങളുടെ മോഡൽ ക്വസ്റ്റ്യനകത്ത് വരുന്നുണ്ട്, സ്പാനിങ് ട്രീ. സോ ഓൾ ഓഫ് യു ലേൺ ദ സ്പാനിങ് ട്രീ ആൻഡ് റൂട്ടഡ് ട്രീ. ദിസ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. പിന്നെ ഞാൻ വേറൊരു ഇതിൽ കണ്ടതാണ്, ഫൈൻഡ് ദ സെൻറ്റർ ആൻഡ് ദ എക്സെൻട്രിസിറ്റി ഓഫ് എ ട്രീ. ഒരു ട്രീ ഇപ്പം നമുക്ക് ഇങ്ങനെ തരുവാണ്, ആ ട്രീയുടെ സെൻറ്റർ നമുക്ക് കൺസ്ട്രക്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യും? അതിൻ്റെ പെൻഡൻറ്റ് വെർട്ടിസസ് വരുന്ന ആ വെർട്ടെക്സും ആ എഡ്ജ് നമ്മൾ റിമൂവ് ചെയ്യുമ്പോൾ ബാക്കി വരുന്ന വെർട്ടെക്സിൻ്റെ എഡ്ജസ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന സെൻറ്റർ ഓഫ് ദ ഗ്രാഫ് എന്നുള്ളതാണ്. അപ്പോൾ അത് നമ്മൾ ഇവിടെ കൺസ്ട്രക്റ്റ് ചെയ്ത് എടുക്കാൻ നിങ്ങൾ അതിൻ്റെ ഡെഫിനിഷൻ പഠിക്കുക, ആൻഡ് ഓൾസോ ഇതിൻ്റെ എക്സാമ്പിളും പഠിക്കുക. ഇത് രണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ എക്സ്പ്ലെയിൻ വാർഷൽസ് അൽഗോരിതം. ഇപ്പോൾ ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു, എന്താണ് ഫ്ലോയ്ഡ് വാർഷൽസ് അൽഗോരിതം രണ്ടും സെയിം ആണോ? രണ്ടും സെയിം തന്നെയാണ്. പലയിടത്തും ഫ്ലോയ്ഡ് വാർഷൽസ് എന്നായിരിക്കും കിടക്കുന്നത്, ചില ടെക്സ്റ്റ് ബുക്സിൽ വാർഷൽസ് അൽഗോരിതം എന്ന് മാത്രമേ കാണത്തുള്ളൂ. പ്ലീസ് ലേൺ ദാറ്റ്. എക്സ്പ്ലെയിൻ എന്ന് പറയുമ്പോൾ അതിനെക്കുറിച്ചുള്ള സ്റ്റേറ്റ്മെൻറ്റ്, അതായത് തിയറി നമ്മൾ ആദ്യം എക്സ്പ്ലെയിൻ ചെയ്തതിന് ശേഷം മാത്രം ഒരു എക്സാമ്പിൾ എടുത്തിട്ട് നിങ്ങൾ ഇതിൻ്റെ കാൽക്കുലേഷൻസ് പറയുക. In a tree, number of vertices is equal to number of edges plus 1. ഈ ഒരു തിയറം നിങ്ങൾ പഠിക്കുക. അതുപോലെ കെയ്ലീസ് തിയറം നിങ്ങൾ പഠിക്കുക. ഇത് രണ്ടും ഇതിനകത്ത് വരുന്ന ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. പിന്നെ മിനിമം സ്പാനിങ് ട്രീ കൺസ്ട്രക്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് അൽഗോരിതംസ് ഉണ്ട്. അൽഗോരിതംസ് ഏതൊക്കെയാണ്? പ്രിംസ് അൽഗോരിതം, ക്രസ്കൽസ് അൽഗോരിതം, ഡൈക്സ്ട്രോസ് അൽഗോരിതം. ഇതൊക്കെ നോക്കി നിങ്ങൾ പഠിക്കുക. അപ്പോൾ വാർഷൽസ് അൽഗോരിതം, അതേപോലെ പ്രിംസ് അൽഗോരിതം, ഡൈക്സ്ട്രോസ് അൽഗോരിതം, അങ്ങനെ 4 അൽഗോരിതംസ് നിങ്ങൾക്ക് വരുന്നുണ്ട്. ഇത് മുഴുവനും നിങ്ങൾ പഠിക്കുക, പ്ലസ് ഇൻക്ലൂഡിങ് ദ സ്റ്റെപ്സ് ഓൾസോ. സ്റ്റെപ്സും പഠിച്ച് അതിൻ്റെ കൂടെ പ്രോബ്ലംസും പഠിക്കുക. ഓക്കെ,
ഇനി നമ്മുടെ ഫോർത്ത് മോഡ്യൂൾ വരുമ്പോൾ അവിടെ വരുന്നതാണ് വെർട്ടെക്സ് കണക്ടിവിറ്റി, എഡ്ജ് കണക്ടിവിറ്റി. മെയിനായിട്ട് ഇവിടെ വരുന്ന അടുത്ത ഡെഫിനേഷൻ എന്ന് പറയുന്നത് കട്ട് വെർട്ടെക്സ്, കട്ട് സെറ്റ്, കട്ട് എഡ്ജ്. പിന്നെ നമുക്കിതിൽ വരുന്നത് എന്താണ്, ആർട്ടിക്കുലേഷൻ പോയിന്റ് എന്ന് പറയും. ആ ഒരു ഡെഫിനേഷൻ കൂടി പഠിക്കാം. പിന്നെ വേറെ എന്താണ്, വേറൊരു തിയറം നമുക്ക് എഡ്ജ് കണക്ടിവിറ്റിയും റിലേഷൻ ഇൻഇക്വാലിറ്റി ഫോർ വെർട്ടെക്സ് കണക്ടിവിറ്റി ആൻഡ് എഡ്ജ് കണക്ടിവിറ്റി. കപ്പ ഓഫ് ജി ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ലാംഡ ഓഫ് ജി വിച്ച് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഡെൽറ്റ ഓഫ് ജി. ഇതിൻ്റെ പ്രൂഫും ഞാൻ വീഡിയോസായിട്ട് തന്നിട്ടുണ്ടായിരുന്നു. ബട്ട് ഇതിൻ്റെ പ്രൂഫ് കുറച്ച് വേഗമായിട്ട് നമുക്ക് തോന്നും. ഇത് നമ്മൾ 2 പാർട്ടായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ആദ്യത്തെ പാർട്ടിൽ കപ്പ ഓഫ് ജി ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ലാംഡ ഓഫ് ജി എന്നെടുത്തിട്ടുണ്ട്. സെക്കൻഡ് പാർട്ടിൽ ലാംഡ ഓഫ് ജി ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഡെൽറ്റ ഓഫ് ജി എന്ന് നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ 2 പാർട്ടായിട്ട് ഈ ഒരു പ്രൂഫിനെ നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് അതിൽ കാണാവുന്നതാണ്, ഞാൻ വീഡിയോസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫണ്ടമെൻ്റൽ കട്ട് സെറ്റ് അതിനകത്ത് അതിനെ ബേസ് ചെയ്ത് വരുന്ന പ്രോപ്പർട്ടീസ്, അതായത് സം ഒബ്സർവേഷൻസ് എന്ന് കൊടുത്തിട്ടുണ്ടാകും, അതൊക്കെ നോക്കാം. പിന്നെ വരുന്നത് പ്ലെയിനാർ ഗ്രാഫ്സ് ആണ്. ഈ പ്ലെയിനാർ ഗ്രാഫ്സിൽ മെയിനായിട്ട് കർട്ടസ്കീസ് തിയറം ഉണ്ട്. ഈ കർട്ടസ്കീസ് തിയറത്തിൽ പ്രൂഫ് ഇല്ല, ഇതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് പഠിക്കുക. പിന്നെ ഇതിനെ ബേസ് ചെയ്ത് വരുന്ന ഗ്രാഫായ K4, K33, K5 എല്ലാം പ്ലെയിനാർ ആണോ എന്ന് പറഞ്ഞിട്ട് ചോദിച്ചിട്ടുണ്ട്. പിന്നെ K2,3 പ്ലെയിനാർ ആണോ, K2,2 പ്ലെയിനാർ ആണോ, ഈ ഗ്രാഫ്സ് ഒക്കെ ഒന്ന് കൺസ്ട്രക്ട് ചെയ്ത് നോക്കുക. സോ യു വിൽ ബി ഏബിൾ ടു ഫൈൻഡ് ഔട്ട് വെദർ ഇറ്റ് ഈസ് പ്ലെയിനാർ ഓർ നോട്ട്. ആ പ്ലെയിനാർ ആവുമ്പോൾ അതിൻ്റെ ചില കണ്ടീഷൻസ്, സം ഒബ്സർവേഷൻസ് ഇതിനെ ബേസ് ചെയ്തും വരുന്നുണ്ട്. സം ഒബ്സർവേഷൻസ് ആൻഡ് സം സ്മോൾ തിയറംസ് ഓൾസോ ഇതിനെ ബേസ് ചെയ്ത് വരുന്നുണ്ട്. അതും കൂടി നോക്കി വയ്ക്കാം. പിന്നെ വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു പ്രൂഫാണ് ഓയിലേഴ്സ് തിയറം ഓർ ഓയിലേഴ്സ് ഫോർമുല. ഈ ഓയിലേഴ്സ് തിയറത്തിൽ എന്താണ്, n-e+r = 2 എന്നുള്ളതാണ്. അത് നിങ്ങൾ എന്തായാലും എല്ലാവരും പഠിക്കാം. അപ്പോൾ ഈ ഓയിലേഴ്സ് തിയറത്തിൽ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കോൺസെപ്റ്റാണ് ഇവിടെ വന്നിരിക്കുന്നത്. പിന്നെ വരുന്നത് ഏതാ, പിന്നെ ഡുവൽ ഗ്രാഫ് എന്താണ്, ഡുവൽ ഗ്രാഫിൽ ഒരു ഗ്രാഫ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഡുവൽ ഗ്രാഫ് നമ്മളിപ്പോൾ കൺസ്ട്രക്ട് ചെയ്യാൻ പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു കോൺസെപ്റ്റും കൂടി പഠിച്ചു വയ്ക്കാം. അഥവാ ഡുവൽ ഗ്രാഫിൻ്റെ വേറൊരു പേരാണ് ജോമെട്രിക് ഡുവൽ. അപ്പോൾ ഡിഫൈൻ ഡുവൽ ഗ്രാഫ്, ഗിവ് ആൻ എക്സാമ്പിൾ എന്നായിരിക്കും ചോദിക്കുന്നത്. പിന്നെ പ്രൂവ് ദാറ്റ് വീൽ ഗ്രാഫ് ഈസ് സെൽഫ് ഡുവൽ. ഇതിൻ്റെ പ്രൂഫും ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട്. ദ ഡുവൽ ഓഫ് എ പ്ലെയിൻ ഗ്രാഫ് ഇസ് പ്ലെയിനാർ. ഇതിൻ്റെ എല്ലാം പ്രൂഫുകൾ ഞാൻ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഗോ ത്രൂ ദീസ് പ്രൂഫ്. കാരണം ഇത് നിങ്ങൾക്ക് ചിലപ്പോൾ ഒബ്സർവേഷൻസ് ആയിട്ടും ചോദിക്കാം, ചിലപ്പോൾ ഇത് പ്രൂഫായിട്ടും ചോദിക്കാം. അങ്ങനെ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. പിന്നെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് ഹോമിയോമോർഫിക് ഗ്രാഫ്സ് ആണ്. ഹോമിയോമോർഫിക് ഗ്രാഫ്സ് എന്ന് പറയുമ്പോൾ എന്താണ്, 2 ഗ്രാഫിനെ എപ്പോഴാണ് നമ്മൾ ഹോമിയോമോർഫിക് എന്ന് പറയുന്നത്? സപ്പോസ് എൻ്റെ കയ്യിൽ ഇങ്ങനെ ഒരു ഗ്രാഫ് ഉണ്ടെന്ന് കുടിക്കോ, ലെറ്റ് ജി ബി എ ഗ്രാഫ് ലൈക്ക് ദിസ്. ഞാനിങ്ങനെ ഒരു ഗ്രാഫ് ഇങ്ങനെ കൺസ്ട്രക്ട് ചെയ്യുവാണ് വിത്ത് 4 vertices. ലെറ്റ് മീ ടേക്ക് ലൈക്ക് ദിസ്. 4 or 5 vertices. So it contains number of vertices equal to 5 and number of edges is equal to 1, 2, 3, 4. 4 edges ആണ് നമ്മളിവിടെ എടുക്കുന്നത്. ഈ ഗ്രാഫിൻ്റെ ഈ ഷേപ്പ് മാറാതെ നമുക്കൊരു ഗ്രാഫ് കൺസ്ട്രക്ട് ചെയ്യണം. അപ്പോൾ 2 graphs are said to be homomorphic if they can be obtained from the same graph or isomorphic graph by this method. അതായത് എങ്ങനെ, ഈ ഗ്രാഫിനകത്ത് ഇതേ ഗ്രാഫിൽ ഞാൻ അഡീഷണൽ വേർട്ടിസസ് ഇൻക്ലൂഡ് ചെയ്യുവാണ്. വേർട്ടിസസ് ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്പർ ഓഫ് എഡ്ജസ് കൂടുന്നുണ്ട്. ബട്ട് ദ ഗ്രാഫിൻ്റെ ആ സ്ട്രക്ചർ മാറാതെ നമുക്ക് ഇവിടെ നിന്ന് കൺസ്ട്രക്ട് ചെയ്ത് എടുക്കാം. ഫോർ എക്സാമ്പിൾ ഇതേ ഗ്രാഫ് ഞാൻ ഇങ്ങനെ എടുക്കുന്നുണ്ട്. സോ ലെറ്റ് മീ ടേക്ക് എ ഗ്രാഫ് ലൈക്ക് ദിസ്. ഞാനിപ്പോൾ ഈ ഗ്രാഫിലെ ഒരു എഡ്ജ്, അതായത് ഈ ഒരു എഡ്ജിനെ ഞാൻ എന്ത് ചെയ്യുക, V1, V2, V3, V4, V5. അപ്പോൾ V1, V5 എന്ന എഡ്ജിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് V1, V3, V2, V4, V5 ആൻഡ് എഗെയിൻ ദിസ് ഇസ് V6. അപ്പോൾ V1 to V5 എന്ന എഡ്ജ് നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ 2 എഡ്ജസ് ആക്കുവാണ്, V1 to V6 ആൻഡ് V6 to V5 എന്ന് നമ്മൾ കൺസ്ട്രക്ട് ചെയ്ത് എടുക്കുന്നതാണ് ഹോമിയോമോർഫിക് ഗ്രാഫ് എന്ന് പറയുന്നത്. സോ ഈ ഒരു ഗ്രാഫിൻ്റെ കൺസ്ട്രക്ഷൻ നിങ്ങൾ ഈ ഡെഫിനിഷനും കൂടി പഠിച്ചു വയ്ക്കുക. ഹോമിയോമോർഫിക് എന്താണ് എന്ന് ചോദിക്കുമ്പോൾ നിങ്ങളത് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഡ്യുവൽ ഓഫ് എ ഗ്രാഫ്
പഠിക്കുമ്പോൾ അതുപോലെ തന്നെ ഈ ഹോമിയോമോർഫിക് ഗ്രാഫും കൂടി പഠിച്ചു വയ്ക്കുക. അതുപോലെ ഇനി നമ്മുടെ ഫിഫ്ത്ത് മോഡ്യൂൾ വരുമ്പോൾ എല്ലാവരും ഒഴിവാക്കാൻ വിചാരിക്കുന്ന ഒരു മോഡ്യൂളാണ് ഫിഫ്ത്ത് മോഡ്യൂൾ. അങ്ങനെ ചെയ്യേണ്ട. അതിനകത്ത് അഡ്ജസൻസി മെട്രിക്സും ഇൻസിഡൻസ് മെട്രിക്സും നിങ്ങൾക്ക് എല്ലാവർക്കും ഈസി ആയിട്ട് മനസ്സിലാവുന്നതാണ്. അതുപോലെ അതിനകത്ത് തന്നെ വേറൊരു കോൺസെപ്റ്റ് ഉണ്ട്, ബ്ലോക്ക് ഡയഗണൽ ഫോം എന്ന് പറഞ്ഞിട്ട് ഒരു കോൺസെപ്റ്റ് അവിടെ വരുന്നുണ്ട്. ഫിഫ്ത്ത് മോഡ്യൂളിൽ ബ്ലോക്ക് ഡയഗണൽ ഫോം എന്ന് പറഞ്ഞിട്ട് ഓരോന്നിൻ്റെ ഇടയ്ക്കും വരുന്നുണ്ട്. അതായത് ഇങ്ങനെ നമ്മൾ ഗ്രാഫ് കോമ്പണൻ്റ് ആണെങ്കിൽ എ ഓഫ് G1 0 0 എ ഓഫ് G2 എന്ന് പറഞ്ഞിട്ട് ഒരു കൺസ്ട്രക്ഷൻ വരുന്ന ടൈപ്പിൽ വരുന്ന, ഞാൻ ഒബ്സർവേഷൻസിൽ പറഞ്ഞിട്ടുണ്ട്, ദാറ്റ് ഈസ് നോൺ എസ് ദ ബ്ലോക്ക് ഡയഗണൽ ഫോം. അപ്പോൾ ക്വസ്റ്റ്യൻ നമുക്കൊരു ഗ്രാഫ്, ഡിസ്കണക്റ്റഡ് ഗ്രാഫ് തന്നിട്ട് അതിൻ്റെ അഡ്ജസൻസി മെട്രിക്സ് കൺസ്ട്രക്ട് ചെയ്യുക, പ്ലസ് ഫൈൻഡ് ഔട്ട് ദ ബ്ലോക്ക് ഡയഗണൽ ഫോം എന്ന് പറഞ്ഞ് കൺസ്ട്രക്ട് ദ ബ്ലോക്ക് ഡയഗണൽ ഫോം എന്നും കൂടി ചോദിച്ചാൽ യു ഹാവ് ടു ഡു ദാറ്റ് കാൽക്കുലേഷൻസ് ഓൾസോ. ആ മെട്രിക്സ് നമുക്ക് പേര് കേട്ടാൽ വേറെ എന്തോ എന്ന് തോന്നും, അങ്ങനെയൊന്നുമില്ല, ജസ്റ്റ് ആ ടേബിളിൻ്റെ കാൽക്കുലേഷൻ മാത്രം ചെയ്യാവുന്നതേ ഉള്ളൂ. പിന്നെ അതിനകത്ത് തന്നെ വേറെയും ഡെഫിനിഷൻസ് നമ്മൾ നോക്കിയിട്ടുണ്ട്. ഫണ്ടമെൻ്റൽ സൈക്കിൾ മെട്രിക്സ്, ഫണ്ടമെൻ്റൽ കട്ട് സെറ്റ് മെട്രിക്സ്, ഫണ്ടമെൻ്റൽ പിന്നെ പാത്ത് മെട്രിക്സ് നോക്കിയിട്ടുണ്ട്. ഇതെല്ലാം തന്നെ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കോൺസെപ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ മാക്സിമം നിങ്ങൾ ഇതിനകത്തുള്ള ഒരു തിയറം നിങ്ങൾ കുറച്ചെങ്കിലും പഠിക്കാൻ നോക്കുക. പിന്നെ വരുന്നത് മാച്ചിങ് നമുക്ക് വരുന്നുണ്ട്. അതിൽ ലാസ്റ്റ് കോൺസെപ്റ്റ് പിന്നെ മാക്സിമൽ മാച്ചിങ് നമ്പർ, പെർഫെക്റ്റ് മാച്ചിങ്, അതൊക്കെ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. ഇഫ് പോസിബിൾ പ്ലീസ് ലേൺ ദിസ് ഡെഫിനിഷൻ ഓൾസോ, ബിക്കോസ് പാർട്ട് എയിൽ എന്തായാലും ഇതിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. പിന്നെ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നത് വേറൊരു പ്രൂഫ്, എവറി ട്രീ വിത്ത് n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 ഇസ് ടു ക്രോമാറ്റിക് എന്ന് പറഞ്ഞിട്ട് ഈ ഒരു പ്രൂഫ് നിങ്ങൾക്കൊരു പാർട്ട് എയിൽ വരുന്ന ക്വസ്റ്റ്യൻ ആണ്, പഠിച്ചു വയ്ക്കാം. പിന്നെ വരുന്നത് കളറിങ്ങിൽ തന്നെ പ്രോപ്പർ കളറിങ് എന്താണ്, ക്രോമാറ്റിക് പോളിനോമിയൽ എന്താണ്, അതുപോലെ ക്രോമാറ്റിക് നമ്പർ, അതിനെ ബേസ് ചെയ്ത് വരുന്ന പ്രോബ്ലം, കളറിങ് ചെയ്യാനുള്ള ആ പ്രോബ്ലം എല്ലാം നിങ്ങൾ പഠിച്ചു വയ്ക്കുക. ബിക്കോസ് ദാറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഇതിൽ നിന്ന് ഷുവറായിട്ടും നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ കാണും. മാച്ചിങ്ങിൽ നിന്ന് പാർട്ട് എയിൽ ഒരു ക്വസ്റ്റ്യൻ കാണും. അതുപോലെ എക്സ്പെക്റ്റ് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ ഒരു ക്വസ്റ്റ്യൻ, ഇത് പാർട്ട് എയിൽ കാണും. അതുപോലെ കളറിങ് എന്ന് പറയുന്നതും തീർച്ചയായിട്ടും നിങ്ങൾക്ക് ക്രോമാറ്റിക് പോളിനോമിയൽ, ക്രോമാറ്റിക് നമ്പർ കണ്ടെത്താൻ ഒരു ഗ്രാഫിൻ്റെ കാൽക്കുലേഷൻ വരുന്ന ഒരു പ്രോബ്ലം എന്തായാലും തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിൽ കാണും. സോ മാക്സിമം ഫിഫ്ത്ത് മോഡ്യൂളിൽ കവർ ചെയ്യാൻ പറ്റുന്ന അത്രയും പോർഷൻസ് നിങ്ങൾ പഠിക്കുക. ബിക്കോസ് ഫിഫ്ത്ത് മോഡ്യൂളിൽ കുറച്ച് ഡെഫിനിഷൻസും കാര്യങ്ങളും, ബട്ട് തിയറംസ് വളരെ കുറവാണ്, എന്നാലും നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന രീതിയിലുള്ളത് പഠിക്കാം. പിന്നെ ഉള്ളത് ഞാൻ എടുത്തിട്ടില്ല നിങ്ങൾക്ക് ആ ടോപ്പിക്ക്, അതായത് 4 കളർ പ്രോബ്ലം, 5 കളർ പ്രോബ്ലം എന്നുള്ള ടോപ്പിക്ക്. അറ്റ്ലീസ്റ്റ് ഇതെങ്കിലും പഠിച്ചു വയ്ക്കുക. നിങ്ങളുടെ കയ്യിൽ നോട്ട്സ് ഉണ്ടെങ്കിൽ 5 കളർ തിയറം എന്ന് പറയുന്ന 4 കളർ പ്രോബ്ലം അല്ലെങ്കിൽ 5 കളർ തിയറം എന്ന് പറഞ്ഞിട്ട് വരുന്ന ആ ഒരു പ്രൂഫ്, അതും കൂടി നിങ്ങൾ പഠിച്ചു വയ്ക്കുക. കാരണം മിക്കവാറും ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. പ്ലീസ് ലേൺ ദ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ്. അതിനകത്ത് വരുന്നത് ഇനി ഇമ്പോർട്ടൻറ്റ് എന്ന് എന്തെങ്കിലും തോന്നുവാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അത് വേറൊരു വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്യാം. സോ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഞാനിപ്പോൾ കുറേയൊക്കെ ഞാൻ മോഡൽ ക്വസ്റ്റ്യനൊക്കെ നോക്കിയിട്ടാണ് ഞാൻ സെലക്ട് ചെയ്ത് എടുത്തത്. അതുപോലെ തന്നെ നമ്മുടെ മോഡൽ ക്വസ്റ്റ്യൻ എടുക്കുമ്പോൾ തന്നെ മോഡൽ ക്വസ്റ്റ്യനിൽ സ്പാനിങ് ട്രീ കൺസ്ട്രക്ട് ചെയ്യാൻ ചോദിച്ചിട്ടുണ്ട്. വാട്ട് ഈസ് ദ സം ഓഫ് ദ ഡിഗ്രി സ്പാനിങ് ട്രീ സ്ട്രോങ്ലി കണക്റ്റഡ് ദാണ്ട് ഓയിലർ ഗ്രാഫ്, ഗിവ് ആൻ എക്സാമ്പിൾ ഓഫ് ഓയിലേരിയൻ വിച്ച് ഇസ് നോട്ട് ഹാമിൽട്ടോണിയൻ. ഞാൻ പറഞ്ഞതുപോലെ ഈ ഒരു എക്സാമ്പിളൊക്കെ പഠിച്ചു വയ്ക്കുക. അതുപോലെ ദാണ്ട് സ്പാനിങ് ട്രീ കൺസ്ട്രക്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. സ്പാനിങ് ട്രീ ആകുമ്പോൾ ഇതിൽ ഒരു ട്രീ അല്ല സ്പാനിങ് ട്രീ നമുക്കിവിടെ സ്പാനിങ് ട്രീ ആകുമ്പോൾ നമുക്ക് വേർട്ടിസസ് അതേപോലെ ഇരിക്കണം, ബട്ട് നമ്പർ ഓഫ് എഡ്ജസ് നമുക്ക് കുറയാം, എത്ര വേണമെങ്കിലും നമുക്ക് കുറയാം. അതാണ് സ്പാനിങ് ട്രീ, അത് മറക്കരുത്. അപ്പോൾ നമ്പർ ഓഫ് സ്പാനിങ് ട്രീസ്, ഒരു സ്പാനിങ് ട്രീ അല്ല, ഒരുപാട് ഗ്രാഫ് വരും, അതെല്ലാം നിങ്ങൾ വരയ്ക്കണം. അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഇത് നമ്മുടെ പ്ലെയിനാർ ഗ്രാഫിൽ വരുന്ന ഒബ്സർവേഷൻസിലുണ്ട്. E <= 3v - 6. പിന്നെ ഡുവൽ ഗ്രാഫ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഡുവൽ ഗ്രാഫിൻ്റേത് പഠിക്കുക. ദാണ്ട് സർക്യൂട്ട് മെട്രിക്സ്, ഇൻസിഡൻസ് മെട്രിക്സ് ഓഫ് എ കണക്റ്റഡ് ഗ്രാഫ് ചോദിച്ചിട്ടുണ്ട്, അത് പഠിക്കുക. ദെൻ വേറെ ഏതാണ്,
Prove that for a simple graph with at least 2 vertices has 2 vertices of same degree. At least 2 vertices has 2 vertices of same degree എന്ന പ്രൂഫ് കയ്യിലുണ്ടെങ്കിൽ എടുത്ത് പഠിക്കുക. പിന്നെ കംപ്ലീറ്റ് ഗ്രാഫ് n vertices n-1/2 edge disjoint Hamilton circuits. If possible, please learn this. അതുപോലെ ഐസോമോർഫിസത്തിലെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, ഈ ഒരു പ്രൂഫ് ഉണ്ട്. ഇതെല്ലാം നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. ഹാമിൽട്ടൺ സൈക്കിൾ, ഓയിലേരിയൻ ഗ്രാഫ്, ഇങ്ങനത്തെ കോൺസെപ്റ്റ്സ് ഒക്കെ ഒരുപാട് ചോദിച്ചിട്ടുണ്ട്. പ്ലീസ് ലേൺ. ഡയക്സ്ട്രോസ് അൽഗോരിതം, പാത്ത് അൽഗോരിതം. സോ വെയ്റ്റഡ് ഡയറക്റ്റഡ് ഗ്രാഫ്, ഡയക്സ്ട്രോസ് അൽഗോരിതത്തിൻ്റെ കാൽക്കുലേഷൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. പ്ലീസ് ലേൺ. നിങ്ങൾ മോഡൽ ക്വസ്റ്റ്യൻസും കൂടെ ഇൻക്ലൂഡ് ചെയ്ത് പഠിക്കണം എന്നാണ് ഞാൻ പറയുന്നത്. പ്ലീസ് ലേൺ ദ മോഡൽ ക്വസ്റ്റ്യൻ ഓൾസോ. അതും കൂടെ വെച്ച് കമ്പയർ ചെയ്ത് ഒന്ന് പഠിക്കുന്നതായിരിക്കും നല്ലത്. Okay, so hope you could have understood this video. If you have any doubts, please give me a message. Thank you.